ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മളുടെ ഒരു പർച്ചേസ് വ്ളോഗാണ്. അതായത് വേറൊന്നുമല്ല, എനിക്കൊരു ബാഗ് വാങ്ങണം. ഇപ്പോൾ കുറേ ആയി, അതായത് ഓൾമോസ്റ്റ് 1 ഇയറോളം ആയി ഞാനൊരു ബാഗൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഒരു ബാഗ് വാങ്ങണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് ഓഫീസിൽ നിന്ന് നേരെ അങ്ങ് പോവാണ്. ഒക്കെ എന്നോട് ജോയിൻ ചെയ്തോളാന്ന് പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. സോ നമ്മൾ ഇവിടെ നിന്ന് കയറിയിട്ട് നമ്മൾ ഇന്ന് പോകുന്നത് കബായിൽ എന്ന് പറയുന്നൊരു ഷോപ്പിലാണ് പോകുന്നത്. അവിടെ കുറേ നല്ല കളക്ഷൻസ് ഉണ്ട്. ബാഗിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ചപ്പല്, പിന്നെ കുറേ പാത്രങ്ങളൊക്കെ ഇല്ല, അതിൻ്റെയൊക്കെ നല്ല സൂപ്പർ കളക്ഷൻസ് ആയിട്ടോ അവിടെ ഉള്ളത്. എനിക്ക് തോന്നുന്നു കൂടുതലും ഈ അറബിക്കായിട്ടുള്ള മീൻസ് ഇവിടുത്തെ ആൾക്കാരൊക്കെ കൂടുതൽ അവിടെ പോയി പർച്ചേസ് ചെയ്യുന്നുണ്ടോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ കൂടുതൽ കണ്ടേക്കുന്നത്. അവിടെ കുറേ നല്ല സാധനങ്ങളുണ്ട് കേട്ടോ. പാത്രമൊക്കെ ആയാലും എന്ത് ഭംഗിയെന്നൊരു കാണാൻ ഭയങ്കര ഭംഗിയെന്ന് കാണാൻ. ഞാൻ കാണിച്ചു തരാം എന്തായാലും. അപ്പൊ നമുക്ക് ടിയാസ്പോണിക്കിണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നടക്കുവാണ് ഗൈസ്. നമ്മൾ ഇനി മെട്രോയിൽ കയറണം. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഷവർ ചെയ്ത് വെള്ളമൊക്കെ വന്ന് ഞങ്ങൾ ദേഹത്തൊക്കെ വേണം. എൻ്റെ ചെരുപ്പിലൊക്കെ ഇച്ചിരി വെള്ളം കയറി, അതായത് ടിഷ്യൂ ഒക്കെ കൊണ്ട് തടക്കണം ഗൈസ്. ആൻഡ് നമ്മളിനി മെട്രോയിലേക്ക് പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ നടന്ന് മെട്രോ എത്തി ഗൈസ്. ഇപ്പോൾ നമുക്ക് ട്രെയിൻ വരാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ ഗൈസ്. ഇനി 3 മിനിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സീറ്റ് കിട്ടുമെന്നറിയില്ല. നമ്മൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് നമുക്ക് ചിലപ്പോഴേ സീറ്റ് കിട്ടും ഗൈസ്. അങ്ങനെ നമ്മൾ മെട്രോ ഒക്കെ കയറി ഇറങ്ങി ഇവിടെ വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നടന്ന് നല്ല ക്ഷീണിച്ചു കേട്ടോ. നടക്കാൻ കുറച്ചേ ഉള്ളൂ എങ്കിലും ഭയങ്കര ചൂട് ഗൈസ്. നമ്മൾ ഫൈനലി നമ്മുടെ കബായിൽ ഡിസ്കൗണ്ട് സെൻറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ക്രിസ്പെല്ലയുടെ സാധനങ്ങളൊക്കെ സൂപ്പറാട്ടോ. ആൻഡ് മോസ്റ്റ്ലി ഇത്രയും വലിയൊരു ലോങ് സെക്ഷൻ ഫുള്ള് ബാഗിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നോർമലി വരുന്ന ക്രിസ്പെല്ലയുടെ ബാഗ് വാങ്ങാനാണ്. ഇതുണ്ടോ ഇങ്ങനെ. ഇതവരുടെ ക്രിസ്ബെല്ലയുടെ പുതിയ ലോഞ്ചിങ്ങാന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ കൊള്ളാം. 109 dirhams. പക്ഷെ സാധനം കൊള്ളാം. അവരുടെ പുതിയൊരു ലോഞ്ചിങ് പോലെ നമ്മളെ ഈ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അത് കൊള്ളായിരിക്കും അല്ലേ. നമുക്ക് അങ്ങനെ ഞാനൊരു 2 ബാഗ് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഒരു ചെരുപ്പ് എടുക്കാം ഗൈസ്. എൻ്റെ ചെരുപ്പ് കുറേ പഴയതായി, നമുക്കൊരു ചെരുപ്പ് എടുക്കാം. ഗൈസ്, അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ പർച്ചേസ് കഴിഞ്ഞു. പക്ഷേ ഇനി ഒരു 1-2 ഐറ്റംസും കൂടെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഞാനൊരു ലാപ്ടോപ്പ് ബാഗ് വാങ്ങിച്ചു ക്രിസ്റ്റലിൻ്റെ. ആൻഡ് പിന്നെ അല്ലാതെ ഷോൾഡർ ബാഗ് വാങ്ങിച്ചു ഗൈസ്. ഷോൾഡർ ബാഗ് വേണ്ട, ചെറിയൊരു ഷോൾഡർ ബാഗ്. പിന്നെ ഒരു ഷൂസ്. ആകപ്പാടെ ഇന്നൊരു ബ്ലാക്കാണ്. ബ്ലാക്ക് എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്. അങ്ങനെ ഈ ഒരു 3 സാധനം വാങ്ങിച്ചു. നമുക്കൊരു ടീഷർട്ട് വാങ്ങിക്കണം. എനിക്കത് കുറേ ആയി ടീഷർട്ട് എടുത്തിട്ട്. ടീഷർട്ട് വാങ്ങും. പിന്നെ എനിക്ക് 2 പാൻറ്റ് വാങ്ങണം. സോ ക്ലോത്തിൻ്റെ സെക്ഷനിലേക്ക് പോകുമ്പോൾ ശരിക്കും നിസ്കരിക്കാൻ വേണ്ടി പോയിക്കോണം. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം. ടയർഡ് ഗൈസ്. യൂഷ്വലി സംഭവിക്കുന്ന പോലുള്ളതൊക്കെയാണ് സംഭവിച്ചത്. എന്ത് വാങ്ങണം എന്നും പറഞ്ഞ് ഇങ്ങോട്ട് കയറി, പക്ഷെ അതൊഴികെ ബാക്കിയെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പാൻറ്റ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ കണ്ണിൽ 3 ഷോളുകൾ പെട്ടു. ഞാൻ അതെടുത്തു. ഇപ്പം അവിടെ ടീഷർട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പാൻറ്റൊന്നും എനിക്ക് അങ്ങോട്ട് അത്ര ഇഷ്ടമായില്ല ഗൈസ്. സോ ഞാൻ പാൻറ്റ് എടുത്തില്ല. അതിന് പകരം 3 ഷോൾ എടുത്തു. 3 കളർ. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇപ്രാവശ്യം ഇച്ചിരി വെറൈറ്റി പിടിച്ചിരിക്കുകയാണ്. സാർ വേറെ ഡിഫറെൻറ്റ് കളർ ഷർട്ടൊക്കെ കൊണ്ട് ഫിറ്റിംഗ് റൂമിലേക്ക് കയറിയേക്കാണ് ഗൈസ്. അപ്പം നമ്മളുടെ പർച്ചേസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ബില്ലടിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. വീഡിയോയിലേക്ക് വരാൻ താല്പര്യമില്ല. എക്സ്ക്യൂസ് മീ, നെക്ക്. നമ്മൾ ലിഫ്റ്റിലിറങ്ങി താഴേക്ക് പോവുകയാണ്. ഇനി നമ്മൾ ബില്ലടിക്കണം, വീട്ടിൽ പോകണം.
മന്തിക്കടയിലൊക്കെ കാണുന്ന സാധനമൊക്കെ അല്ലേ, അതിൻ്റെ തന്നെ വലുതു ചെറുത്. കഴിച്ചപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കഴിച്ചു. ഇതൊക്കെ ആര് വാങ്ങും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇതൊക്കെ ഇതൊക്കെ പെട്ടിയാണ്. ഇത് അത്യാവശ്യം നല്ലൊരു സാധനം കേട്ടോ. ഇത് നമുക്കൊരെണ്ണം വാങ്ങിക്കാം. നമ്മൾ വീട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒക്കെ ആക്കാൻ പറ്റും. നല്ലതാണ്. ട്രൗസർ ഉള്ളൂ. എനിക്കൊന്ന് ഇതിനകത്താണെന്ന് തോന്നുന്നു ഇത് ഇടുന്നത്. ഇത് ഊരാൻ എന്നെ കൊണ്ട് പറ്റില്ല. നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ളൊരു സാധനം നോക്കി ഇങ്ങനെ എടുക്കാൻ കഴിച്ചു. അതിന് പറ്റേ ഇതൊക്കെ എന്തോ പൊട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ. നമ്മുടെ ശബ്ദമൊക്കെ ഇത് ഒരെണ്ണം അത്യാവശ്യമാണ്. കെട്ടി തൂക്കിട്ടുകൊണ്ട് നടക്കാൻ പറ്റുമോ? കൊള്ളണ്ടായില്ല. കൊള്ളാം ഗൈസ്. കഴിഞ്ഞു ഗൈസ്. നമ്മളിനിപ്പോൾ ബില്ലടിക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ബൈ.